ആളുണ്ടായിരുന്നോ? പിന്നെ ആളില്ലാതെ കുപ്പി തന്നെ ഇറങ്ങി നടന്നു വരൂ. ബിവറേജിൽ ആളുണ്ടായിരുന്നു. ഓ അതോ, അതിനാര് ബിവറേജിൽ പോയി? അപ്പോൾ സാധനം എടുത്തില്ലേ? ഓനെ അതിലും സൂപ്പർ സാധനം കേട്ടിട്ടുണ്ട്. നീയൊക്കെ അടിക്കാനല്ലോ ഇന്ന് തകർക്കും. നീയൊക്കെ ഞങ്ങളുടെ പോളി സാധനമല്ലയോ? നീ എന്താ വിചാരിച്ചേക്കുന്നേ? എൻ്റെ പൊന്നളിയാ, ഞാനും അണ്ണനോടവിടെ ചെല്ലാൻ നേരത്ത് ഒടുക്കത്തെ തിരക്ക് പറയാതിരിക്കാൻ പോയി. സൂക്ഷം പോലെ രവിയണ്ണനെ കണ്ട്. രവിയണ്ണനെ കണ്ടപ്പോൾ ഈ സാധനം ബുക്ക് ഞാൻ നേരെ ഇങ്ങി വന്ന്. അളിയാ പൈസ കൊടുത്തില്ലടാ. കൊടുക്കണ്ട. അളിയ നീ പറഞ്ഞാൽ വഴി. നീ വഴിയടാ, വഴി ഒഴി ഓർമ്മ ഒഴി അളിയാ ഉമ്മ. ആ ഒഴി നീ അടിക്കുന്നുണ്ടോ? നീ ഒഴിഞ്ഞാൽ റൊറ്റ കമത്ത് പുള്ളീന്ന് വരട്ടെ അങ്ങോട്ട്. പുള്ളീന്ന് വരട്ടെ. ഓരോന്നേ നമുക്ക് കുറച്ച് കഴിഞ്ഞിരിക്കാം. എടാ പിന്നുണ്ടല്ലോടാ, എടാ ഈ നടക്കുന്ന സംഭവങ്ങളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടടാ. നമ്മൾ ഈ ഇരിക്കുന്നതും ഈ അടിക്കുന്നതും ഈ സെറ്റപ്പൊക്കെ. അണ്ണ ഇത് എത്ര പെട്ടെന്ന് മറന്നു? ഇന്നലെ അല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ചേ? എടാ ഇപ്പം ഈ നടക്കുന്ന സംഭവം അത് ഞാൻ കണ്ടിട്ടുണ്ടടാ. അതിൽ ഈ പറയുന്നേ അണ്ണാ ഇത് ദേജാവു അണ്ണാ. വലിയ കാര്യമായിട്ടൊന്നും നടക്കണ്ട. ഇത് നമുക്ക് നടന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ നടന്നതായിട്ടൊക്കെ തോന്നും. അത്രേ ഉള്ളൂ, വലിയ വിഷയമൊന്നും ആകണ്ട. സിമ്പിൾ. ദേശാമ്പു. ഓ ദേശാമ്പു അല്ലടേ, ദേജാവു. അത് എടാ അപ്പം നിനക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാം ഇല്ലയോ? പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലേ? പിന്നില്ലാതെ. എൻ്റെ പൊന്നണ്ണ, അണ്ണൻ എന്തു എന്നെ കുറിച്ച് അണ്ണൻ? എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര അറിവല്ലയോ. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളല്ലയോ അണ്ണാ ഞാൻ. ഇതൊന്നും തോന്നല കേട്ടോ. ഏത് അറ്റേ നീ ആ ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കണം. അത് ആടെ കാണാൻ വേണ്ടി പൊട്ടുവേ. നാളെ വേറെ ഗ്ലാസ്സും ഇല്ല. അയ്യോ ഗ്ലാസ് പൊട്ടിയല്ലോ. എടാ തൊലിയ, നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കാനെ കൊണ്ട്. ഇനി എന്തോ എടുത്ത് വെച്ച് അടിക്കും. അണ്ണാ നമ്മൾ ഇന്നലെ അടിച്ച ഗ്ലാസ് വിട്ടിരിപ്പില്ലയോ? അളിയ നീ പോയിട്ടാ ഗ്ലാസ്സിന് എടുക്കണ്ട. അതുകൊണ്ടാണ് കല്ലിൻ്റെ വിട്ടിരിക്കുന്നത്. അയ്യ പോയിട്ട് ഓളെ ഒന്ന് പോയിട്ട് വാ അളിയ ഉമ്മ. ഓ പുതിയ ക്ലാസ് വന്നു. നമുക്ക് ഓരോന്നോടങ്ങ് അടിച്ചാലോ? അയ്യോ നീ ഇങ്ങോട്ട് കയറി താഴെ കൂടെ ആ ചുപ്പനൊക്കെ പോണേ. ചുമ്മാ ഒന്നാമതാണെങ്കിൽ 1/2 ലിറ്റർ സാധനമുണ്ട്. നമുക്കേ തികയുന്നില്ല. അവൻ കാണാൻ കയറി വന്നു കഴിഞ്ഞാൽ ആ കൂടി കൊടുക്കാൻ ഇല്ല. അതുകൊണ്ടാണ് നീങ്ങോട്ട് നീങ്ങിയടാ. പിന്നെ ശുപ്പൻ അണ്ണാ അവനെ കണ്ടായിരുന്നു? ഞാനും അവനെ കണ്ടില്ല. എടാ ഓരോന്ന് വീടാ. മഴ പെയ്താനെ കൊണ്ടേ ചാൻസ് കൂടുതലാണ്. മഴയോ? ഈ വെയിലത്തോ?
അല്ലണ്ണാ അണ്ണൻ എങ്ങനെയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് പറയുന്നേ? എടാ ഇതല്ലൂടാ നിന്നോടൊക്കെയാ നേരത്തെ പറഞ്ഞത്. നീക്കെ എന്നാലും എന്നോട് എന്തോ പറഞ്ഞ ഗോജാബോടോ. അണ്ണാ ഞാനത് ചുമ്മാ അറിഞ്ഞില്ലയോ. അപ്പൊ അണ്ണൻ ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലയോ? എന്നാ അണ്ണ ഇന്ന് പറഞ്ഞ അണ്ണാവുന്നു ഒന്ന് കേക്കട്ടെ. ഞാൻ മറ്റേ രേക്കൊച്ചേട്ട പൈസ വെച്ച് വരുമോ നമുക്ക് അറിയാലോ. എടാ അനിയായില്ല, സിനിമ കാണുന്നതിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാണെങ്കിൽ എന്തുവാ ഇല്ല എന്ത് ഞാൻ പറയുന്നത്, അവിടെ ഇവിടെ ചെറിയ ചെറിയ ഓർമ്മകളില്ലേ, അതേ ഉള്ളു എനിക്ക്. അതേ കാര്യം നിന്നോടൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളു. സംഭവം കൊള്ളാലോ അണ്ണാ. ഇനി എന്തൊക്കെയാണ് അപ്പൊ നടക്കാൻ പോകുന്നേ? എന്നാ പറയണ്ണ അങ്ങോട്ട്. എടാ നിന്റെ ഫോണിലാണെങ്കിൽ ഇപ്പോൾ ഒരു കോള് വരും. നിന്റെ ഫോൺ എന്തിയടാ? എൻ്റെ ഫോണോ? എൻ്റെ ഫോൺ അണ്ണൻ്റെ ഇല്ലയോ? ഇതേ കോൾ അടിക്കുന്നു. അണ്ണ ഇനി എന്തുകൊണ്ട് നടക്കാൻ പോന്നേ? 7 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മളിൽ ഒരാൾ മരിക്കും. ആരാണത്? ഞാൻ വല്ല ആണോ? ഏക പേടിച്ചില്ലയോടാ? ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ, എനിക്ക് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഗ്ലാസ് ആ സൈഡിലിരിക്കുക, അത് ഏത് കാരണവശാലും താഴെ വീഴാം. ഇത് രണ്ടാമത്തെ കാര്യം, ശുപ്പം നടന്നു പോയത്. അവനെന്നും ഈ സമയത്താണ് നടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ മഴയുടെ കാര്യം ചുമ്മാ എറിഞ്ഞ് ഞാൻ നോക്കിയതല്ലേ, വന്ന് അതേ ഉള്ളു. അല്ലാതെ ഇല്ലാത്ത വലിയൊന്നുമില്ല. ഒന്ന് പോണായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കാനെ കൊണ്ട്. രാവിലെ ഓരോ കഥയും കൊണ്ട് ഇറങ്ങിക്കോളും, എൻ്റെ ഉള്ള മൂടും പോയി. എൻ്റെ പൊണ്ണ എൻ്റെ ഫിലമെന്റ് വരെ അടിച്ചു. തമാശക്കാണെ പോലും ആരോട് ഇങ്ങനൊന്നും പറയല്ലേ. അല്ലണ്ണാ അപ്പൊ പിന്നെ കോള് വന്നതോ? നിന്റെ ഫോൺ അണ്ണൻ്റെ അല്ലായിരുന്നു, അണ്ണൻ തന്നെ ആയിരിക്കും വിളിച്ചത് അല്ലേ അണ്ണ? അണ്ണൻ പോവാന്നോ? നീക്ക് വിടറി, ഞാൻ വീട്ടിൽ വരെ പോട്ടെ, ഇപ്പം വരാം. സാധനം അടിച്ചു തീർക്കില്ല കേട്ടോ. അണ്ണൻ ധൈര്യമായിട്ട് പോട്ടോ അണ്ണാ. സാധനമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുമല്ലേ, നമ്മൾ തീർക്കാൻ പോകുന്നൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് വേടോ മനുഷ്യ പോ. അളിയ ഓരോന്നും അടിച്ചാലോ? ഡേ നീ സെറ്റായ? ആ കഥ കേട്ടപ്പം എൻ്റെ വെള്ളം കെട്ടൂടെ പോയി. എന്നാ പിന്നെ ഞാൻ ഓർമ്മ അടിച്ചേക്കാം. മിസ് കോളോ? അല്ല അത് കുറച്ച് മുമ്പ് അണ്ണൻ വിളിച്ചല്ലോ ഇവിടെ മിസ് കോൾ. നിന്റെ അമ്മയാണല്ലോ വിളിച്ചേക്കുന്നത്.